വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബയോവേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്ലസ് വൺ സുവോളജി പരീക്ഷയിലെ എക്സാം ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. നല്ല രൂപത്തിൽ ആൻസർ ചെയ്യാൻ പറ്റാവുന്ന മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാവുന്ന രൂപത്തിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും മികച്ചൊരു സ്കോർ തന്നെ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ICBN ICZN എന്നിവ ഫുൾ ഫോം എഴുതാൻ വേണ്ടിയുള്ളതാണ്. ഓരോന്നും എഴുതുന്നതിന് നമുക്ക് 1/2 മാർക്ക് വീതം ലഭിക്കും. ICBN നമുക്കറിയാം, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICZN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത് രണ്ടും എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് ലഭിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗിവ് ദ സ്യൂറ്റബിൾ ടേം ഫോർ ദ ഗിവൺ റെസ്പിറേഷൻ ത്രൂ ദ സ്കിൻ. സ്കിന്നിലൂടെ റെസ്പിറേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടാനിയസ് റെസ്പിറേഷൻ, അല്ലേ? അത് എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് കിട്ടും. ലങ്സിലൂടെ ബ്രീത്ത് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൾമണറി റെസ്പിറേഷൻ. പൾമണറി റെസ്പിറേഷൻ. ഇത് രണ്ടിനും ഓരോ മാർക്ക് വീതം നമുക്ക് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ്. ഇനുലിൻ എന്തിൻ്റെ പോളിമറാണ്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഫ്രക്ടോസിൻ്റെ പോളിമറാണെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് ലഭിക്കും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഒബ്സർവ് ദ ഫിഗർ A and B, ഐഡൻറ്റിഫൈ ആൻഡ് നെയിം. ഇത് A എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റിൻ ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? മയോസിൻ അല്ലെങ്കിൽ മീറോ മയോസിൻ ആണ് കറക്റ്റ്. മയോസിൻ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് 1 മാർക്കുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് കോൾഡ് കോർപ്പസ് കലോസം. അല്ലേ? 2 സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണെന്ന് നെർവ് ഫൈബറിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കലോസം. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണത്തിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് റൈറ്റ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഈസ് 9 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 2 വീതം മാർക്ക് ലഭിക്കും. റൈറ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 2 എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗ്. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. മെയിൽ ഫ്രോഗിനെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ എന്താണ്? മെയിൽ ഫ്രോഗിന് വോക്കൽ സാക്ക് പ്രസൻ്റ് ആണ്. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഫീമെയിൽ ഫ്രോഗിൻ്റെ പ്രത്യേകത, മെയിൽ ഫ്രോഗിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് കോപ്പുലേറ്ററി പാഡ്. കോപ്പുലേറ്ററി പാഡും മെയിൽ ഫ്രോഗിലാണ് ഉണ്ടാവുക. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വീതം ലഭിക്കും. ഓക്കെ, ഇനി 7ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ റൈറ്റ് ദ കറക്റ്റ് പാത്ത് ഓഫ് കാർഡിയാക് ഇമ്പൾസ്. കാർഡിയാക് ഇമ്പൾസ് കടന്നു പോകുന്ന കറക്റ്റ് പാത്ത് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം SA നോഡാണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് AV നോഡ് എഴുതാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ബണ്ടിൽ ഓഫ് ഹിസ്, അല്ലേ? 4ാമതായിട്ട് പെർക്കിഞ്ചെ ഫൈബർ. ഇത് 4 എണ്ണവും കൃത്യമായ ഓർഡറിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ ഓരോന്നിനും മാർക്ക് വീതം കിട്ടും. മൊത്തം ശരിയായി കഴിഞ്ഞാൽ 1 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് വൈ SA നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ. എന്തുകൊണ്ടാണ് SA നോഡിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? ഹൃദയത്തിൻ്റെ റിഥമിക് കോൺട്രാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി, ഹൃദയത്തിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? SA നോഡാണ്. അതുകൊണ്ടാണ് നമ്മൾ SA നോഡിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. SA നോഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ റിതമിക് കോൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി എന്ന് എഴുതിയാൽ പെർഫെക്റ്റായി മൊത്തത്തിൽ അതിന് 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാനാണ് സാധ്യത. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ കോർഡിനേറ്റ് ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ABCD. ഈ 4 ഭാഗത്തിൻ്റെയും പേര് നമ്മൾ എഴുതണം. ഓരോന്നിനും 1/2 വീതം മാർക്കുണ്ട്. നമുക്കറിയാം നെർവ് കോഡാണ്, അല്ലേ? നെർവ് കോഡാണ്. B നോട്ടോ കോഡാണ്, അല്ലേ? C എന്ന് പറഞ്ഞാൽ ഗിൽ സ്ലിറ്റ്. D എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ആനൽ ടൈൽ. ഓരോന്നിനും 1/2 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇനി വളരെ സിമ്പിളായ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ കാണുന്ന ഓരോ സ്ട്രക്ചറും കാണപ്പെടുന്ന ഫൈലത്തിൻ്റെ പേര് റാഡ്യുല. നമ്മൾ പഠിച്ചതാണ്. മൊളസ്ക ഫൈലത്തിലാണ് കാണപ്പെടുന്നത്. പാരപ്പോഡിയ അനലിഡ ഫൈലത്തിലാണ്. കോംബ് പ്ലേറ്റ് ടീനോഫോറ ഫൈലത്തിലാണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. കാൽക്കാരിയസ് ഒസിക്കിൾ എക്കിനോഡർമേറ്റ. ഓക്കെ,
ഓരോന്നും എഴുതുന്നതിന് ഹാഫ് മാർക്ക് വീതം ലഭിക്കും. അതുപോലെ കോൺട്രിക്റ്റിസും ഓസ്റ്റിക്റ്റിസും 2 വിഭാഗം ഫിഷസ് ആണ്. അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുന്നതിന് നമുക്ക് 2 മാർക്ക് കിട്ടും. ചുരുങ്ങിയത് ഒരു 3-4 വ്യത്യാസങ്ങൾ നിങ്ങൾ എഴുതേണ്ടി വരും. അതിന് ടോട്ടലി നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഡിഫറൻസസ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. കോൺട്രിക്റ്റിസ് എന്ന് പറഞ്ഞാൽ കാർട്ടുലേജിനസ് ഫിഷാണ്. ഓസ്റ്റിക്റ്റിസ് ബോണി ഫിഷാണ്. അതുപോലെ തന്നെ കോൺട്രിക്റ്റിസിന് എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്, ഓസ്റ്റിക്റ്റിസിന് പ്രസൻ്റ് ആണ്. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ ന്യൂട്രോഫിൽ എഴുതിയിട്ടുണ്ട്. ന്യൂട്രോഫിലിൻ്റെ ഇവിടെ ഇവിടെ ന്യൂട്രോഫിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ ഉണ്ട്. ഇവിടെ ഫംഗ്ഷൻ എഴുതണം. ഫംഗ്ഷൻ എന്താണ്? ഫാഗോസൈറ്റോസിസ് അല്ലേ? ന്യൂട്രോഫിലിൻ്റെ ഫംഗ്ഷനാണ് ഫാഗോസൈറ്റോസിസ്. ഇനി ഇവിടെ എഴുതേണ്ടത് ഇവിടെ അലർജിക് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലർജിക് റെസ്പോൺസും അതുപോലെ 2 മുതൽ 3% വരുന്ന ബ്ലഡ് സെല്ലിൻ്റെ പേര് ഇവിടെ ഇവിടെ എഴുതണം. ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? അലർജിക് ഉണ്ടാകുന്നത് ഈസിനോഫിലാണ്. ഈസിനോഫിൽ സെല്ലാണ് അല്ലേ? ഈസിനോഫിൽ. ഓക്കെ, അതുപോലെ ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഇവിടെ എന്താ വരിക? ബേസോഫിലിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ എഴുതണം. 0.5 to 1% ആണ് എഴുതേണ്ടത്. അതുപോലെ ഇവിടെ എഴുതേണ്ടത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇവിടെ കൊടുത്ത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ വീണ്ടും ഹാഫ് മാർക്ക് കിട്ടും. മൊത്തം നമുക്ക് 2 മാർക്ക്. ഓക്കെ, ഇൻ ഹ്യൂമൻ സം റിബ്സ് ആർ ബൈസെഫാലിക്. മനുഷ്യൻ്റെ ചില റിബ്സുകളൊക്കെ എന്താണ് ബൈസെഫാലിക് എന്ന് പറയാൻ കാരണം എന്താണ്? ബൈസെഫാലിക് എന്ന് പറഞ്ഞാൽ 2 ആർട്ടിക്കുലേഷൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത്തരം ബോണുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബൈസെഫാലിക് എന്ന് വിളിക്കും. സോ റിബ്സ് ഹാവ് 2 ആർട്ടിക്കുലേഷൻ പോയിൻറ്റ്സ്, സോ ദേ ആർ കോൾഡ് ബൈസെഫാലിക് എന്ന് എഴുതണം. ഓക്കെ, അതുപോലെ റൈറ്റ് ദ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് റിബ് കേജ്. റിബ് കേജ് എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ കൂടുണ്ടല്ലോ, അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻ്റ് ഏതാണ്? ഒന്ന് നമ്മുടെ സ്റ്റേണമാണ്, 2 റിബ്സാണ്, 3ാമത്തത് വെർട്ടിബ്രയാണ് അല്ലേ? ഇത്രയെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ റിബ് കേജായി. അതുപോലെ തന്നെ നമുക്ക് എന്തുകൂടി എഴുതാം? നമ്മുടെ ഡയഫ്രം കൂടി എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ എയും ബിയും അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട്. ഇതിവിടെ എ എന്ന് പറഞ്ഞാൽ എഫറൻ്റ് ആർട്ടീരിയോൾ അല്ലേ? എഫറൻ്റ് ആർട്ടീരിയോളാണ് അല്ലേ? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫറൻ്റ് ആർട്ടീരിയോൾ. ഓക്കെ, അതുപോലെ തന്നെ കോർട്ടിക്കൽ നെഫ്രോണും ജക്സ്റ്റാ മെഡുലറി നെഫ്രോണും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറയുന്നുണ്ട്. അതിന് 2നും ഹാഫ് വീതം മാർക്ക് ഉണ്ടാവുക. നമുക്കറിയാം കിഡ്നിയുടെ കോർട്ടക്സിൽ പൂർണ്ണമായും കാണപ്പെടുന്ന നെഫ്രോണുകളാണ് കോർട്ടിക്കൽ നെഫ്രോൺസ്. അവ കുറച്ചു മാത്രമേ മെഡുലയിലോട്ട് ഇറങ്ങി നിൽക്കുകയുള്ളൂ. എന്നാൽ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് പറഞ്ഞാൽ മെഡുലയുടെ ആഴത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്ന നെഫ്രോണുകളാണ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് വിളിക്കുന്നത്. 2 ചെറിയ ഓരോ പോയിൻ്റ് എഴുതിയാൽ തന്നെ മതിയാവും, കാരണം മൊത്തത്തിൽ ഇതിനൊരു മാർക്ക് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് നെയിം ദ ഫോളോവിങ് ഹൈപ്പോഗ്ലൈസിമിക് ഹോർമോൺ. ഓക്കെ, ഹൈപ്പോഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറഞ്ഞതാണ് ഇൻസുലിനാണ്. ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കഗോൺ. എമർജൻസി ഹോർമോൺ അഡ്രിനാലിൻ. ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ വാസോപ്രസിൻ അല്ലേ? ഇത് ഓരോന്നും എഴുതുന്നതിന് ഹാഫ് വീതം മാർക്ക് കിട്ടും. മൊത്തം 2 മാർക്ക്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഗ്ലിസറോളിൻ്റെയും സെറൈൻ്റെയും ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലിസറോളിൻ്റെ ഡയഗ്രം നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഡയഗ്രം വരച്ചാൽ മതി. സെറൈൻ എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡാണ്. അമിനോ ആസിഡിൻ്റെ ഡയഗ്രം സെറോയിൻ്റെ ഡയഗ്രം നമുക്ക് പഠിച്ചിട്ടുണ്ട്. അത് വരയ്ക്കുന്നതിനും ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഓക്കെ, ഇനി അര മാർക്ക് വീതമായിട്ടാണ്. ഗ്ലിസറോളിന് സെറൈൻ അര മാർക്ക്. അതുപോലെ തന്നെ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ്റെ പേര് റുബിസ്കോ അല്ലേ? അത് എഴുതിയാൽ അര മാർക്ക് ഒരു മാർക്ക് കിട്ടും. ഏതെങ്കിലും 2 ആരോമാറ്റിക് അമിനോ ആസിഡുകൾക്ക് പേര് എഴുതണം. ഏതെഴുതിയാലും മതി. 2 എഴുതി കഴിഞ്ഞാൽ വീണ്ടും പിന്നെ 1/4 മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4നും ഓരോന്നിനും അര മാർക്ക് വീതം നമുക്ക് ലഭിക്കാം. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ എൻസൈംസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 6 ക്ലാസ്സസ്. 6 വിഭാഗം എൻസൈം ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണത്തെ പറ്റി എഴുതുക. ഓക്കെ, ഇത് 2 എണ്ണത്തെ പറ്റി എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് ഉണ്ടാവും. അപ്പോൾ പേര് തന്നെ എഴുതിയാൽ മതിയാവും. ഐസോമെറൈസസ്, ലിഗൈസസ്, ലയൈസസ് എന്നൊക്കെ നമുക്ക് എഴുതാം. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ കോഫാക്ടേഴ്സ് എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് ഹാഫ് മാർക്ക് ലഭിക്കും. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ഈസ് കോൾഡ് കോഫാക്ടർ. വാട്ട് ഹാപ്പൻസ് ടു എൻസൈം ആക്ടിവിറ്റി ഇഫ് കോഫാക്ടർ ഈസ് റിമൂവ്ഡ്? സോ എന്ത് സംഭവിക്കുക? കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ
വർക്ക് ചെയ്യാനുള്ള കാറ്റലൈറ്റിക് ആക്ടിവിറ്റി എൻസൈമെ പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടമാവുമെന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതിന് വീണ്ടും നമുക്ക് 1/2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത്രയും ക്വസ്റ്റ്യൻസിൽ നമുക്ക് എത്രയാണ് ആൻസർ ചെയ്യാണ്ട്? 9 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മാത്രം മതി അല്ലേ? ബാക്കി 2 ചോയ്സാണ്. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ കുറച്ച് പോയിൻറ്റുകൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇവിടെ 15ാമത്തെ ക്വസ്റ്റ്യൻ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 1-2 പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ 17 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 3 നമ്മൾ ആൻസർ ചെയ്താൽ മതി. 1-ന് 3 മാർക്കാണ്. ഇവിടെ എ ബി എന്നീ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. എ എന്ന് പറഞ്ഞതാണ് പോളിപ്പാണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ പോളിപ്പാണ്. ബി എന്താണ്? മെഡ്യൂസയാണ്. അത് രണ്ടിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം? ഇവ തമ്മിലുള്ള ഏതെങ്കിലും 2 ഡിഫറൻസുകൾ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്ക് ലഭിക്കും. ഡിഫറൻസ് ഇപ്പോൾ പോളിപ്പ് എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡാണ്. അതുപോലെ തന്നെ പിന്നെ മൗത്തും ടെൻറ്റക്കിളും അപ്വാർഡാണ്. മെഡ്യൂസ എന്ന് പറഞ്ഞാൽ അംബ്രല ഷേപ്പ്ഡാണ്. മൗത്തും ടെൻറ്റക്കിളും ഡൗൺവാർഡ് ആണ് എന്ന് എഴുതിയാൽ മതിയാവും. ഇനി വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ മെറ്റാജനസിസ്? ചില നിഡേറിയൻസ് പോളിപ്പ് രൂപത്തിലും മെഡ്യൂസ രൂപത്തിലും 2 രൂപത്തിലും കാണപ്പെടുന്ന പ്രതിഭാസമാണെന്ന് മെറ്റാജനസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റെനിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യന് 2 ഭാഗമല്ലുള്ളത്. അപ്പോൾ ഇവിടെ റെനിൻ്റെ ഫംഗ്ഷൻ എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ANFൻ്റെ ഫംഗ്ഷൻ എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ഇത് എഴുതിയാൽ വീണ്ടും 1 മാർക്ക് കിട്ടാൻ സാധ്യത. അപ്പോൾ ജസ്റ്റ് 1 ഫംഗ്ഷൻ എഴുതിയാൽ മതി. റെനിൻ്റെ ഫംഗ്ഷൻ എന്താ? ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റിയല്ലേ? ആൻജിയോടെൻസിനോജൻ അല്ലേ? അതിനെന്ത് ചെയ്യും? ആൻജിയോടെൻസിൻ 1 ആക്കി കൺവേർട്ട് ചെയ്യുന്ന റെനിനാണ്. അത് എഴുതിയാൽ തന്നെ 1 മാർക്ക് ലഭിക്കേണ്ടതാണ്. ബാക്കി കൂടെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നന്നായി. അതുപോലെ ANFൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വാസോ ഡയലാറ്റർ എന്ന് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത. ഇനി വേണമെങ്കിൽ ഇറ്റ് ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, അതുകൂടി എഴുതി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ ആൻസർക്ക് വന്നാലേ നമുക്ക് എക്സാക്ട്ലി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ വരാനുണ്ട്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലങ്സ് ആൻഡ് ലിവർ ഇൻ എലിമിനേഷൻ ഓഫ് എക്സ്ക്യൂട്ടറി വേസ്റ്റ്. അതായത് ലങ്സും ലിവറും വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൽ എങ്ങനെ സഹായിക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ലങ്സിൻ്റെ ജോലി എന്താ? ലങ്സ് നമ്മുടെ ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡിനെയും അതുപോലെ വെള്ളവും റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ ഒരു 1/2 മാർക്ക് കിട്ടും. ലിവറിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. അത് ധാരാളമായിട്ട് ബിലിവർഡിൻ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഇത്തരം പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്നും ഡൈജസ്റ്റീവ് വേസ്റ്റിനോടൊപ്പം പുറത്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇതാണ് ന്യൂക്ലിയസ് അല്ലേ? വളരെ സിമ്പിളാണ് ന്യൂക്ലിയസ്. ഈ ബി എന്താണ്? ആക്സോൺ ആണ്. സി എന്താണ്? നോഡ്സ് ഓഫ് റാൻവിയർ ആൻഡ് ഡി ആക്സോൺ ടെർമിനൽ എന്നോ സിനാപ്റ്റിക് നോബ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഓരോന്നിനും 1/2 വീതം മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ലൊക്കേഷൻ ഓഫ് യൂണിപോളാർ ന്യൂറോണിന് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ എംബ്രിയോയിലാണ് കാണപ്പെടുന്നത്. എംബ്രിയോണിക് സ്റ്റേജിലാണ് യൂണിപോളാർ ന്യൂറോൺ കാണപ്പെടുന്നത്. ബൈപോളാർ ന്യൂറോൺ കാണപ്പെടുന്നത് ഒന്നെങ്കിൽ റെറ്റിനയിൽ അല്ലേ? ബൈപോളാർ ന്യൂറോൺ കാണപ്പെടുന്ന റെറ്റിനയിൽ കാണുന്ന അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ റോഡ് സെല്ല് അല്ലെങ്കിൽ കോൺ സെൽ. ഇവിടെയൊക്കെ ഇത് 2 എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും 1/2 വീതം മാർക്ക് കിട്ടും. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ഇത് അല്പം ലെങ്തി ആൻസർ ചെയ്യാനുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് ലഭിക്കും. നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയുന്നില്ല. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ബൈ എ പേഴ്സൺ അല്ലേ? അതുപോലെ തന്നെ അഡീഷണൽ വോളിയം ഓഫ് എയർ എക്സ്പയർഡ് ബൈ എ പേഴ്സൺ ഈസ് കോൾഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. റെസിഡ്യുവൽ വോളിയം നമുക്കറിയാം. ഒരു ഫോഴ്സിബിൾ എക്സ്പിറേഷൻ നടത്തിയാൽ നമ്മുടെ ലങ്സിൽ ബാക്കിയായി കിടക്കുന്ന എയറാണ് റെസിഡ്യുവൽ വോളിയം. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി പറഞ്ഞാൽ നോർമൽ എക്സ്പിറേഷൻ നടത്തിയ ശേഷം നമ്മുടെ ലങ്സിൽ ബാക്കിയുള്ള എയറാണ് FRC എന്ന് വിളിക്കുന്നത്. അതുപോലെ എക്സ്പിറേറ്ററി കപ്പാസിറ്റിയുടെ ഡെഫിനേഷൻ എഴുതണം. ഇത് ഡെഫിനേഷൻ ഇല്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. TV + IRV എന്ന് എഴുതിയാൽ തന്നെ ഇതിൻ്റെ മാർക്ക് കിട്ടും. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ് TV + ERV ആണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി.
TV പ്ലസ് IRV ആണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇത് എഴുതിയാൽ നമുക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കും. മൊത്തത്തിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇനി +1 വിദ്യാർത്ഥികളൊക്കെ സെക്കൻഡ് ഇയറിന് വേണ്ടി വെൽ പ്രിപ്പയർഡായിട്ട് തയ്യാറാവുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ. അതുപോലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ അടുത്തൊരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പം തന്നെ ആരംഭിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ അടുത്തൊരു എപ്പിസോഡ് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.